ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി, അവരുടെ സ്കിൽഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പം ലോങ് ടേം ഷോർട്ട് ടേം സ്കിൽ കാറ്റഗറി പറയുമല്ലോ, ഇന്നതാണ് വരാൻ പോകുന്നത്, ഇന്നതിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള സ്കിൽ ആ ഒരു ജോബ് കാറ്റഗറി ഏതാണ്? സോ ഈ വർഷം ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഒരു റീബിൽഡിംഗ് ആണ്. കോവിഡിന് ശേഷം ഒരു കൺസിസ്റ്റൻസി ഓഫ് ഹെൽത്ത് കെയർ ആയിരുന്നു നമുക്ക് വേണ്ടത്. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി നാണക്കേടുള്ള കാര്യമാണ്, നമുക്ക് ലാബ്സ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മെഡിക്കൽ ലാബ് സയൻറ്റിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തു. നേഴ്സസ് വളരെ ഷോർട്ടേജ് വന്നു, ഓൾഡ് ഏജിൽ ഒത്തിരി മരണങ്ങൾ നടന്നു. അപ്പം കോവിഡാനന്തര ഇൻവിറ്റേഷൻസ് മെയിൻലി ഹെൽത്ത് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേഴ്സസ്, സോഷ്യൽ വർക്കേഴ്സൊക്കെ എല്ലാ 65 പോയിൻറ്റിൽ, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും മിനിമം പോയിൻറ്റിൽ ഡയറക്റ്റ്ലി PR വന്നു. അപ്പോൾ ആ ഒരു ഇറ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനാണ്. ഒളിമ്പിക്സ് ബ്രിസ്ബനിൽ വരാൻ പോവുകയാണ്, പല മൈനിങ്സ് സെക്ടേഴ്സ് ഓപ്പൺ ആയി തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒക്കുപേഷൻ ലിസ്റ്റാണ് കൂടുതലായിട്ട് ഇപ്പോൾ അവർക്ക് ഫോക്കസ്. പക്ഷേ അതേപോലെ തന്നെ ഹെൽത്തിലും ഈക്വലായിട്ടുള്ള പ്രാധാന്യം ഇപ്പോഴുമുണ്ട്. അലൈഡ് ഹെൽത്താണ് കുറച്ചുകൂടെ നമുക്കവിടെ ഷോർട്ടേജ് ഉള്ളത്. ഫിസിയോ, ഒക്കുപേഷണൽ തെറാപ്പി, സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ വിവിധങ്ങളായ ഓഡിയോളജിസ്റ്റൊക്കെ ഒരു 65-70 പോയിൻറ്റിൽ ഇൻവിറ്റേഷൻ, സ്പീച്ച് പത്തോളജിസ്റ്റ്, എല്ലാവരും ഞങ്ങൾ ഡയറക്റ്റായിട്ട് PR കൊണ്ടുവെക്കുന്ന ഓക്കുപേഷൻസാണ്. അപ്പം ഇതെല്ലാം കമ്പൈൻഡായിട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് സ്പെസിഫിക്കലി ടു കൺസ്ട്രക്ഷൻ എൻജിനീയേഴ്സ്, സിവിൽ, കൺസ്ട്രക്ഷൻ മാനേജേഴ്സ്, അതെല്ലാവരും തന്നെ ഹൈ ഡിമാൻഡ്സിലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രേഡാണ്. ഞാൻ കഴിഞ്ഞ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിലും പറഞ്ഞാണ്, ഇവിടെ ഇഷ്ടംപോലെ ട്രേഡേഴ്സുണ്ട്, പക്ഷേ അവർക്ക് ക്വാളിഫിക്കേഷനോ ഇംഗ്ലീഷ് ലാംഗ്വേജോ ഇല്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഏറ്റവും ഡിമാൻഡുള്ളത് പെയിൻറ്റർ, ബ്രിക്ലെയർ, നമ്മുടെ കട്ട പണി, ആശാരി, മേശിരി, അങ്ങനെയുള്ള സ്റ്റോൺ, പിന്നെ കൽപ്പണിക്കാർ, ഇങ്ങനെയുള്ളവർക്ക് 65 പോയിൻറ്റിലും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനും വേണം എല്ലാ പ്രൊവിഷനും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ കഴിഞ്ഞ റൗണ്ടിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഷോർട്ടേജുള്ള ഈ കൺസ്ട്രക്ഷനിൽ തന്നെയുള്ള ഓക്കുപേഷൻസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർക്ക് ഈ ക്വാളിഫിക്കേഷൻസും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പരിജ്ഞാനവുമാണ് ഏറ്റവും പ്രശ്നമായി വരുന്നത്. ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരും അവരെയാണ്.